നമസ്കാരം. വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുന്ന നടപടികൾ തുടർന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 30% US താരിഫ് നിരക്ക് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പുതുക്കിയ നിരക്ക് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. യൂറോപ്യൻ കമ്മീഷനും US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും ഇരുവിഭാഗത്തിനും സ്വീകാര്യമാകുന്ന താരിഫിലെത്താൻ കുറച്ചു മാസങ്ങളായി ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 1 മുൻപ് വാഷിംഗ്ടണുമായി ഒരു കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി 27 അംഗ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം. ജപ്പാൻ, ദക്ഷിണ കൊറിയ, കാനഡ, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്കും ഓഗസ്റ്റ് 1 മുതൽ പുതിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് അറിയിപ്പ് നൽകിയിരുന്നു. യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും അയച്ച കത്തുകളിൽ ഏതെങ്കിലും വ്യാപാര പങ്കാളികൾ യുഎസിനെതിരെ ഇറക്കുമതി തീരുവ ചുമത്തി പ്രതികാര നടപടി സ്വീകരിച്ചാൽ 30% കൂടുതൽ താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനത്തിൽ ലോകരാജ്യങ്ങൾ കടുത്ത അമർഷത്തിലാണ്. നേരത്തെ കാനഡയ്ക്കുമേൽ 35% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. അടുത്ത മാസം മുതൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ ചുമത്തുമെന്നും മറ്റ് വ്യാപാര പങ്കാളികൾക്കുമേൽ 15% അല്ലെങ്കിൽ 20% ഏകീകൃത തീരുവ ചുമത്താനും പദ്ധതിയിട്ടിരുന്നതായും ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടാതെ നേരത്തെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% തീരുവ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലോകരാജ്യങ്ങൾക്ക് വിവേചനരഹിതമായ തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടിയിൽ ബ്രിക്സ് ഉച്ചകോടി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ബ്രിക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏതു രാജ്യമായാലും 10% അധിക തീരുവ ഒടുക്കേണ്ടി വരും. കാരണം ബ്രിക്സ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്. ഡോളറിനെ ഒഴിവാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സാരമില്ല, അവർ അങ്ങനെ ഒരു കളി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കളി കളിക്കാൻ എനിക്കും അറിയാം എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെ ബ്രസീൽ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതിയും ട്രംപ് ഏർപ്പെടുത്തി. ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികൾക്കുള്ള പ്രതികാരമാണ് പുതിയ വ്യാപാര തീരുവ പ്രഖ്യാപനമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഈ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മെക്സിക്കോയ്ക്കും എതിരായി തിരിയുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തോട് തനിക്ക് കടുത്ത വിയോജിപ്പുണ്ടോ എന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. ന്യായമായ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജർമ്മൻ കാർ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ജർമ്മനിയുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വ്യാപാര സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള ഭീഷണിയുണ്ട് എന്നത് ഖേദകരമാണെന്നും അവർ വ്യക്തമാക്കി. അതിർത്തി സുരക്ഷിതമാക്കാൻ മെക്സിക്കോ തന്നെ സഹായിച്ചു, പക്ഷേ മെക്സിക്കോ ചെയ്തത് പര്യാപ്തമല്ല എന്നും ട്രംപ് പറഞ്ഞു. യുഎസുമായി മെച്ചപ്പെട്ട കരാറിൽ എത്തുമെന്നും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൈവരിക്കുമെന്നും വിശ്വസിക്കുന്നുവെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം അറിയിച്ചു. യുഎസുമായി ചേർന്ന് എന്തെല്ലാം പ്രവർത്തിക്കാമെന്നും എന്തെല്ലാം ചെയ്യാൻ കഴിയില്ല എന്നും തങ്ങൾക്ക് വ്യക്തമാണ്. ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്, അതാണ് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരമെന്നും ഷെയ്ൻബോം പറഞ്ഞു.